ഈശോ ക്രിസ്ത്യാനികളുടെ മാത്രം ദൈവമല്ല. ഹല്ലേലൂയ. യേശുവിൽ വിശ്വസിക്കുന്നവൻ ആരാണെങ്കിലും, അവൻ ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും നിരീശ്വരവാദിയാണെങ്കിലും മതമില്ലാത്തവനാണെങ്കിലും ആരാണെങ്കിലും, യേശു അവന് വേണ്ടി കൂടിയാണ് വന്നത്, അവന് വേണ്ടി കൂടിയാണ് മരിച്ചത്. പ്രൈസ് ദി ലോർഡ്. യേശു ആത്മാവിനെ വാഗ്ദാനം ചെയ്തത് ക്രിസ്ത്യാനിക്ക് മാത്രമല്ല, എല്ലാവരുടെയും ഉള്ളിൽ യേശുവിൻ്റെ ആത്മാവിനെ ഈശോ വർഷിക്കുന്നുണ്ട്. ഈ മാസം ഏത് മാസമാണ്? ജൂലൈ മാസം. ജൂലൈ മാസത്തിൻ്റെ പ്രത്യേകത എന്താ? തിരുരക്തത്തിൻ്റെ വണക്കത്തിനായി സമർപ്പിക്കപ്പെട്ടിട്ടുള്ള മാസമാണ്. ഹല്ലേലൂയ. തിരുരക്തത്തിൻ്റെ സംരക്ഷണത്തിന് നമ്മളെ തന്നെ ഏൽപ്പിച്ച് കൊടുക്കാൻ വേണ്ടി എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യമാണ്. പക്ഷെ ഒരു മാസം ഇങ്ങനെ തന്നെ വെച്ച് അങ്ങനെയെങ്കിലും മക്കളൊന്ന് ഓർക്കട്ടെ എന്ന് വിചാരിച്ച് സഭാമാതാവ് നമ്മളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി നമ്മുടെ രക്ഷ, യേശുവിൻ്റെ രക്ഷ നമ്മുടെ കുടുംബത്തിൽ നിറയാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന മാസമാണ് ഏത്? ജൂലൈ മാസം. ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് വേണ്ടി പരിഹാര ബലിയായി ആ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ വചനങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് യേശു നമുക്ക് വേണ്ടി മരിച്ചു. ഈശോയാണ് ആ ബലിയാട്. പിതാവായ ദൈവം നമുക്ക് വേണ്ടി ബലി അർപ്പിച്ച കുഞ്ഞാട് യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. ആ കുഞ്ഞാടിലൂടെയുള്ള രക്ഷ, ആ രക്ഷ വിശ്വസിക്കുകയും ആ രക്ഷ ഏറ്റുപറയുകയും, കർത്താവായ ദൈവത്തിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, അവൻ കർത്താവാണെന്നും അവൻ രക്ഷകനാണെന്നും അവൻ എനിക്ക് വേണ്ടി മരിച്ചെന്നും അവൻ ഉദ്ധാനം ചെയ്തുവെന്നും വീണ്ടും വന്നെന്നെ കൂട്ടിക്കൊണ്ടു പോകുമെന്നും നമ്മൾ വിശ്വസിക്കുക. ഹല്ലേലൂയ. അങ്ങനെ ആ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ആഴപ്പെടുമ്പോൾ നമ്മളും നമ്മുടെ കുടുംബവും രക്ഷ പ്രാപിക്കും. നീയാണ് വിശ്വസിക്കുന്നത്, പക്ഷെ നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. നമ്മളത് വിശ്വസിക്കണം, നമ്മളത് ക്ലെയിം ചെയ്യണം, എന്നിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണം. ഇപ്പോൾ നമ്മൾ പറഞ്ഞ വിശ്വാസം ഉണ്ടെന്ന്, കുറച്ച് വിശ്വാസമുണ്ട്, സമ്മതിക്കാതിരിക്കാൻ നിവൃത്തിയില്ല, കുറച്ച് വിശ്വാസമുണ്ട്. ആഴപ്പെട്ട വിശ്വാസം ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ പൊട്ടും, എന്നാലും വിശ്വാസമുണ്ട്. ഇനി രണ്ടാമത് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ക്ലെയിം ചെയ്യുക. നമ്മൾ വിശ്വസിച്ച് അത് ക്ലെയിം ചെയ്ത്, എനിക്ക് കിട്ടിക്കഴിഞ്ഞു, അല്ലെങ്കിൽ ഇതെനിക്ക് ഈശോ തരും, അല്ലെങ്കിൽ തന്നു കഴിഞ്ഞു, ഇതെനിക്കായിട്ട് അവർ നീക്കി വെച്ചിരിക്കുന്നതാണ്. ക്ലെയിം ചെയ്യുക. 3, അതിനനുസരിച്ചുള്ള സ്റ്റെപ്പ് എടുത്ത് മൂവ് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈശോയെ കൊടുക്കാൻ കിട്ടുന്നത് വലിയൊരു അനുഗ്രഹമായിട്ട്, ജീവിതത്തിലെ വലിയൊരു ഭാഗ്യമായിട്ടും കാണുന്ന കാര്യമാണ് ദിവ്യകാരുണ്യ ഈശോയെ ജനത്തിന് കൊടുക്കാൻ പറ്റുക എന്നുള്ളത്. ഹല്ലേലൂയ. അപ്പം അങ്ങനെ ഈ ദിവ്യകാരുണ്യ ഈശോയെ കരങ്ങളിലെടുത്ത് ഈശോയെ കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ മാതാവ് ചെയ്ത കാര്യമാണത്. ലോകം മുഴുവനും ഈ പുത്രനെ, ലോകം മുഴുവനും വേണ്ടി മാതാവ് ഉദരത്തിൽ വഹിച്ച് കരങ്ങളിൽ എടുത്ത് ഈ ലോകത്തിലേക്ക് വെച്ച് കൊടുത്തു. എനിക്ക് ആ ബോധ്യമുള്ളത് കൊണ്ട് ഞാൻ വിശുദ്ധ കുർബാന കൊടുക്കാൻ കിട്ടിയാൽ ഞാൻ ആ കൈ ഞാൻ അപ്പോൾ ഈശോയോട് പറയും, ഈശോയെ, ഞാൻ ഈശോയെയാണ് തൊട്ടത്, മുറിയപ്പെട്ട രക്തം ചിന്തിയ ഈശോയെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാനത് വിശ്വസിക്കുന്നു. 2, ഈശോയെ ഞാൻ അവകാശപ്പെടുന്നു, ഈ ഈശോയെ തൊട്ട എൻ്റെ കരം, ഈശോയുടെ രക്തം പറ്റിയ എൻ്റെ കരം, ഈ കരം കൊണ്ട് ഈശോ ചെയ്ത കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം അതിപ്പോൾ ഏത് ലെവലിലേക്കായി? ക്ലെയിം ചെയ്യുന്ന തലത്തിലേക്ക്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 12-13 വചനങ്ങളൊന്നും എടുക്കാം. ചുമ്മാ ഞാൻ ഗസ് ചെയ്ത് പറയുന്നു, അങ്ങനെയാണോ? സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ ചെയ്യും, പിന്നെ ഇവയേക്കാൾ വലിയവയും അവൻ ചെയ്യും. ഈശോ ചെയ്തതെല്ലാം ചെയ്യും, അതിനേക്കാൾ വലിയവയും ചെയ്യും. ആര്? നമ്മളൊന്നും പറഞ്ഞിട്ടില്ല, കൂട്ടുകൃഷിയൊന്നുമില്ല അവിടെ ഇല്ല. എന്താ കൂട്ടുകൃഷി പരിപാടി ഇല്ല. ഹല്ലേലൂയ. ഒന്നെന്താ? ഞാൻ ഈശോയിൽ വിശ്വസിക്കുന്നു. 2, എന്താ? ഈശോ ചെയ്ത കാര്യങ്ങൾ എനിക്കും ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാനും ക്ലെയിം ചെയ്യുന്നു. ഓക്കെ. 3-മത്തെ ഇനി എന്താ? ഈ കൈ കൊണ്ട് ഈശോ ചെയ്ത കാര്യങ്ങൾ അപ്ലൈ ചെയ്യുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്ന് പേരൻസേ, നിങ്ങളും ഈശോയെ സ്വീകരിക്കുന്നില്ലേ? ഉണ്ട്. നിങ്ങൾ വിശ്വാസത്തിൻ്റെ തലത്തിൽ മാത്രം നിൽക്കാതെ ക്ലെയിം ചെയ്തേ, അതുപോലെ തന്നെ അപ്ലൈ ചെയ്തേ ചെയ്യാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് സംഭവിക്കും.
ഞാൻ ഓർക്കാണ്, ഞാൻ ഒരു ദിവസം ധൃതി പിടിച്ച് അട്ടപ്പാടിക്ക് പോവാം, മദർ ഹൗസിലേക്ക് പോവാണ്. നമുക്കൊരു കുഞ്ഞ് ഈക്കോയുണ്ട്, ആ ഈക്കോയെ കയറിയിരിക്കുകയാണ്. അപ്പോൾ തുരുതുരാ ഫോൺ വന്നുകൊണ്ടിരിക്കുക, ഒഫീഷ്യൽ കോളുകൾ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഒരു സിസ്റ്റർ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു അമ്മച്ചിനെയും കൊണ്ട് ഓടി എൻ്റെ അടുത്ത് നിൽക്കുമെന്ന് എന്ന് പറഞ്ഞു, അമ്മേ ഒരു ബ്ലെസ്സിങ് കൊടുക്കമ്മേ, ഒരു ബ്ലെസ്സിങ് കൊടുക്കമ്മേ. ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് ഓർക്കണം. ഹല്ലേലൂയ. അപ്പോൾ ഈ സിസ്റ്ററിനെ എനിക്കറിയാം. ഈ സിസ്റ്ററിന് ഒരു മിനിറ്റ് എന്നെ പുറത്ത് കണ്ടു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ അടുത്തിരിക്കുന്ന ആളെ കൊണ്ട് വന്നിട്ട് അമ്മേ ഒരു ബ്ലെസ്സിങ്, ആ ബ്ലെസ്സിങ് മേടിപ്പിച്ചിട്ട് പുള്ളി വിടുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ ഇത് ബ്ലെസ്സിങ്ങിനാണെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ട് ഇതെന്താണെന്ന് കേൾക്കാനായിട്ടും ഞാൻ കേൾക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഫോൺ കട്ട് ചെയ്യണം. വേണം. ഫോൺ കട്ട് ചെയ്യാൻ പറ്റാത്ത ഒഫീഷ്യൽ കോളാണ്. പക്ഷേ ഈ സിസ്റ്റർ ഈ ചേച്ചിനെ കൊണ്ട് ഇവിടെ വന്ന് നിൽക്കുവാണ് താൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ഈശോയോട് മനസ്സിലൊരു നിമിഷം പ്രാർത്ഥിച്ചു, നിന്നെ തൊട്ട ഈ കരങ്ങൾ കൊണ്ട്, നിൻ്റെ രക്തം പറ്റിയ എൻ്റെ കരം കൊണ്ട് ഞാൻ ഈ ചേച്ചീനെ അനുഗ്രഹിക്കുന്ന ഈശോ, എന്താണെന്ന് വെച്ചാൽ ചെയ്തു കൊടുത്തേ. ഹല്ലേലൂയ. ഈശോയ്ക്ക് അറിഞ്ഞുകൂടെ? അറിയാം. സമയം ഈശോയ്ക്ക് അറിഞ്ഞുകൂടെ? അറിയാം. ഈശോയെ ബ്ലെസ് ഹർ, നിന്നെ തൊട്ട കരം കൊണ്ട് ഞാൻ അനുഗ്രഹിക്കുന്നു. ഞാനത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വഴിക്ക് പോയി. പിന്നെ ചെയ്തോ ചെയ്തില്ലയോ നിൽക്കേണ്ട, അത് എൻ്റെ കടമയപ്പെട്ടതല്ല. ഹല്ലേലൂയ. അത് ഈശോയുടെ കാര്യം. ഈശോ ചെയ്യാന്നുള്ള വാക്ക് പറഞ്ഞേക്കണ കാര്യമല്ലേ. ചെയ്യേണ്ട സമയത്ത് ഈശോ ചെയ്തോളും, ചെയ്യേണ്ട സമയത്ത് ഈശോ ചെയ്തുകൊള്ളും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നലെ ഞാൻ വൈകുന്നേരം ഇവിടെ വന്നപ്പോൾ, ഇന്നലെ രാത്രി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ സിസ്റ്റേഴ്സ് പറയാ, അമ്മ ഫോൺ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്, വണ്ടിയൊക്കെ ഇരുന്ന സമയത്ത് ഒരു ചേച്ചീനെ ഇവിടെ കൊണ്ടുവന്നില്ലേ, ആ ചേച്ചിക്ക് സൗഖ്യം കിട്ടി, ആ ചേച്ചിയുടെ പൊങ്ങില്ലാത്ത കൈ പൊങ്ങി അമ്മേ. വർഷങ്ങളായിട്ട്, ഇപ്പോൾ 30 വർഷമായിട്ട് പൊങ്ങില്ലാതെ അത്ര വിഷമിച്ചോണ്ടിരുന്ന കൈ പൊങ്ങി. ഹല്ലേലൂയ. അപ്പം ഞാൻ പറഞ്ഞു, ആ ചേച്ചി ഇവിടെ വന്ന് ആ ചേച്ചിയുടെ കൈ പൊങ്ങിയത് കണ്ടിട്ട് പറയാം. അപ്പോൾ ഇവർ പറഞ്ഞു, ആ ചേച്ചി ചിലപ്പോൾ ഇവിടെ വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എന്താണേലും ആ ചേച്ചി ഇവിടെ വന്ന് സാക്ഷ്യം കൊടുത്തിരുന്ന ആ ഒരു സാക്ഷ്യം നമുക്ക് കേൾക്കാം. ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് അന്നക്കുട്ടി, ഞാൻ മുളപ്പുറത്തുനിന്നുമായിരുന്നു. ഞാനിവിടെ അപ്രതീക്ഷിതമായിട്ട് വന്നതാണ്. ഞാനിവിടെ വന്നപ്പോൾ ഇവിടുത്തെ വലിയ അമ്മേനെ കണ്ടു. അമ്മ പോകാൻ അട്ടപ്പാടിക്ക് പോകാനായിട്ട് വണ്ടിയെ കയറി ഇരിക്കുമായിരുന്നു. അപ്പോൾ സിസ്റ്റർ എന്നെ ഓടിക്കൊണ്ടുപോയിട്ട് എൻ്റെ തലയിലും കൈവച്ച് പ്രാർത്ഥിച്ചു, എൻ്റെ തോളയിലും ഇങ്ങനെ എൻ്റെ ഈ കയ്യിലും കൈവച്ചു. എൻ്റെ ഈ കൈ 30 വർഷമായിട്ട് പൊങ്ങില്ലായിരുന്നു. എനിക്ക് ഭയങ്കര വേദനയായിട്ട് ഞാൻ MRI ചെയ്തു. ലിസിയിൽ ഓപ്പറേഷൻ ചെയ്യണമെന്നിട്ട് ഞാൻ ചെയ്യിക്കാതിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞവരക്കിഴി ഇട്ടു. ഒത്തിരി ചികിത്സയെല്ലാം ഈ കൈക്ക് വേണ്ടി ചെയ്തു. എനിക്ക് തലമുടി കെട്ടണമെങ്കിൽ മേശപ്പുറത്ത് ഇങ്ങനെ കൈ കയറ്റി വെച്ചിട്ടായിരുന്നു ഞാൻ മുടി കെട്ടുന്നത്. അങ്ങനെ എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ അത് കഴിഞ്ഞ് സിസ്റ്റർ എനിക്ക് കൗൺസിലിംഗ് നടത്തിയപ്പോൾ സിസ്റ്റർ എന്നോട് പറഞ്ഞു, യവനിയമ്മ കൈ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഈശോ ചേച്ചിക്ക് സൗഖ്യം തന്നു, ചേച്ചി കൈ പൊക്കെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സന്തോഷത്തോടെ കൈ പൊക്കിയപ്പോൾ എനിക്ക് ശരിക്കും കൈ പൊക്കാം. എനിക്ക് ഒത്തിരി സന്തോഷമായി. ദൈവം ഈശോ എനിക്ക് തന്ന ഈ അനുഗ്രഹത്തിന് 1000 നന്ദി. ഒത്തിരി സ്തുതി. നന്ദി. പരിശുദ്ധ അമ്മയ്ക്കും നന്ദി, ഈശോയ്ക്കും നന്ദി. പ്രിയ സഹോദരങ്ങളെ നോക്കി, 30 വർഷമായിട്ടുള്ള ഈ രോഗപീഠകൾ ഞാൻ വല്ലതും ചെയ്തിട്ടുണ്ടോ? ഞാൻ ചെയ്തിട്ടില്ല. നിങ്ങളത് ചിന്തിക്കണ്ടേ. ഞാൻ ഈ വാട്ടർ എന്നാന്ന് പോലും എനിക്കറിയില്ല. അറിയാവോ? ഇല്ല. അമ്മച്ചി ഇങ്ങോട്ടൊന്ന് കയറാം. അമ്മച്ചി ജസ്റ്റ് ഇവരെ ഈ അകത്തിരിക്കുന്ന തോമസ് ലീഗയുടെ മക്കളെ ഒന്ന് വിശ്വസിപ്പിക്കാൻ. അമ്മച്ചി ഈ സാക്ഷി, അമ്മച്ചിയുടെ സാക്ഷി അമ്മച്ചി കണ്ടോ? കണ്ടു. ഈ പറഞ്ഞതൊക്കെ സത്യമാണോ? സത്യമാണ്. ഈ കൈ ഒന്ന് പൊക്കി കാണിച്ചെന്നേ. ഓക്കെ. ഹല്ലേലൂയ. ഓക്കെ. ഈശോയ്ക്ക് മഹത്വം കൊടുക്കാം കേട്ടോ. സമയത്തിൻ്റെ കുറവുകൊണ്ട്. ഓക്കെ. ഓക്കെ. കൈ പൊങ്ങുന്ന വല്ല വിഷമമുണ്ടോ? ഇല്ല. ഹല്ലേലൂയ. 30 വർഷമായിട്ടുള്ള ഈ കൈയുടെ ബുദ്ധിമുട്ട്, കൈ പൊങ്ങില്ലാത്ത കൈ പൊങ്ങി എന്നുള്ളത് നോക്കിക്കേ. നമ്മൾ പറഞ്ഞ 3ാമത്തെ പോയിന്റിൻ്റെ കാര്യമായിരുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഏതാണ്? അപ്ലൈ ചെയ്യുക. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ അമ്മച്ചിയോട് സംസാരിക്കുമ്പോൾ ഈ അമ്മച്ചിയുടെ രോഗം എന്താണെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എനിക്കറിയാമോ? ഇല്ല. ഞാൻ അതിനുവേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതാണോ? ഇല്ല, ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. അതിനുവേണ്ടിയല്ല ഞാൻ പ്രാർത്ഥിച്ചേ. ഞാൻ ഈ കാര്യം ഓർത്തു, എന്ത്? ഈശോയെ ഞാൻ ഇന്ന് എടുത്തതാണ്. ഈശോയുടെ തിരുരക്തം പറ്റിയതാണ് എൻ്റെ കൈ. ഈ വിശ്വാസം നിനക്കുണ്ടോ? എങ്കിൽ ഈ കരം വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുക, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ബാക്കി ഈശോ ചെയ്തോളും. ഈശോയ്ക്ക് സമയമാകുമ്പോൾ ഈശോ ചെയ്തുകൊള്ളും. ഒരിക്കൽ സെഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം നടക്കുകയാണ്, ആന്തരിക സൗഖ്യ ധ്യാനം നടക്കുകയാണ്. അപ്പോൾ ഒരു ചെറുപ്പക്കാരിയായ അമ്മ, ആ ഒരു യുവതി തൻ്റെ ഒരു കുഞ്ഞിനെയും കണ്ട്, ഒരു ആൺകൊച്ചിനെയും കണ്ട്, ഒരു 5-6 മാസം പ്രായം ഉണ്ടാവും, 6
മാക്സിമം ഒരു വയസ്സ്. ആ പ്രായമുള്ള ഒരു കൊച്ചിനെ കണ്ട് ഈ അമ്മ വന്നിരിക്കുകയാണ്. കണ്ടാൽ നല്ല കൊച്ച്, നല്ല വെളുത്ത സുമുഖൻ, തക്കടുമുണ്ടു. ഓക്കെ, ഈ കൊച്ചിനെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഓമനത്വം തോന്നുന്ന ഒരു കൊച്ച്. അപ്പം ഞാൻ ഈ കൊച്ചിൻ്റെ അടുത്ത് ചെന്നിട്ട്, എനിക്ക് ഒരു സ്വഭാവമുണ്ട്, പിള്ളേരെ കണ്ടാൽ അവരെ ചെന്ന് ബ്ലസ് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു സ്വഭാവമാണ്. ഹല്ലേലൂയ. അപ്പം ഈ കൊച്ചിൻ്റെ തലയെ കഴിച്ചെന്ന് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ച് ഈ കൊച്ചിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ കൊച്ചിൻ്റെ 2 കവിളും ഓരോ ആപ്പിളിൻ്റെ കഷ്ണം മുറിച്ച് വെച്ച പോലെ, വലിയൊരു ആപ്പിൾ മുറിച്ച് വെച്ചാൽ അതിങ്ങനെ തൂങ്ങി, ഒരു ആപ്പിൾ കഷ്ണം തൂങ്ങിക്കിടന്നാൽ എങ്ങനെ ഇരിക്കുമോ അതുപോലെ 2 വശത്തും ഈ കവിളിങ്ങനെ തൂങ്ങിക്കിടക്കാം. പൊതുവേ നമ്മുടെ എല്ലാവരുടെയും വിശ്വാസമാണ് കൊച്ചിൻ്റെ കവിളത്ത് ഉമ്മ വെക്കല്ലേ, കൊച്ചിൻ്റെ കവിളത്ത് ഉമ്മ വെക്കല്ലേ, അതിൻ്റെ കവിള് തൂങ്ങും. എല്ലാ അമ്മമാരും പറയുന്ന ശൈലിയാണ്. ആണോ? അതെ. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ചിന്തിച്ചു, ഈ കൊച്ചിൻ്റെ കവിള് ഇതുപോലെ തൂങ്ങാൻ പരുവത്തിന് അമ്മ എന്തൊരു കഷ്ടം, ഇതുപോലെ ഉമ്മ കൊടുത്തല്ലോ. ഈ കൊച്ചിൻ്റെ കവിള് ഇതുപോലെ തൂങ്ങാൻ പരുവത്തിന് ഈ കൊച്ചിൻ്റെ അമ്മ ഇതുപോലെ ഉമ്മ കൊടുത്താൽ എന്ത് ഈ അമ്മ ശ്രദ്ധിക്കാതിരുന്നേ? ഇങ്ങനെ എൻ്റെ മനസ്സിൽ ഞാൻ ചിന്തിച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്കറിയില്ലല്ലോ എന്താ ഉണ്ടാകുന്നത്. അപ്പം ഞാൻ വെറുതെ അമ്മയോട് ചോദിച്ചു, ഈ കുഞ്ഞ് ഓക്കെയാണോ, കുഞ്ഞിന് പരിപൂർണ്ണ സൗഖ്യത്തിലാണോ എന്ന് ചോദിച്ചു അമ്മ. അപ്പം ഈ ചോദിച്ച വഴി ഈ കൊച്ചിൻ്റെ അമ്മ പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, സിസ്റ്ററെ, ഈ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്, ധ്യാനം കൂടാൻ വന്നിരിക്കുന്നത്. എൻ്റെ കൊച്ചിന് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു അസുഖമുണ്ട്. ആ അസുഖം മൂലം അവന് സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ എടുക്കുന്നതിൻ്റെ പരിണിതഫലമായിട്ട് ഇവൻ ശരീരം ചീർത്തു വരികയാണ്. 2 കവിളിങ്ങനെ, ഈ ശരീരം ചീർക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കവിളും ചീർത്ത് അതിങ്ങ് തൂങ്ങിക്കിടക്കുകയാണ്. 2 ഇവൻ്റെ ബ്ലഡ് കൗണ്ട് കുത്തനെ താന്നു പോയിരിക്കുകയാണ്. ബ്ലഡ് കൗണ്ട് 7 അത്രയും ബ്ലഡ് കൗണ്ടും താന്നുപോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുഞ്ഞിനെ സൗഖ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. അപ്പം എൻ്റെ വിധി എങ്ങനെയുണ്ടെന്ന് ആലോചിച്ച് നോക്കി. ഈ അമ്മ ഉമ്മ വെച്ചതാണോ? അല്ല. പലരെയും നമ്മൾ വിധിക്കുമ്പോൾ അസ്ഥാനത്ത വിധി. ഞാനപ്പോൾ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി സോറി, ഞാൻ വിചാരിച്ചു ചേച്ചി കൊച്ചിനെ ഉമ്മ വെച്ചതിൻ്റെ കവളിങ്ങനെ ആയതാണെന്ന് ഞാൻ വിചാരിച്ചേ. ഞാൻ ഏറ്റു പറഞ്ഞു, സോറി കേട്ടോ എന്ന്. അപ്പം തന്നെ ചേച്ചിയോട് ഒരു സോറി ചോദിച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ട് പോയി. ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം ഈ കൊച്ച് ഒരേ ഒരു ആൺകൊച്ച്, ബാക്കി 2-3 മൂത്തത് ഈ ചേച്ചിക്ക് 2 പെൺകൊച്ചുങ്ങളുണ്ട് തോന്നുന്നു. 2 പെൺകൊച്ചുണ്ട്, കാത്തിരുന്ന ആൺകൊച്ചാണ്. അപ്പോൾ ഇനി അടുത്ത ഡെലിവറിക്ക് എന്തോ കോംപ്ലിക്കേഷനും അങ്ങനെ എല്ലാം ബുദ്ധിമുട്ടുകളുണ്ട്. ഈ കൊച്ചിന് ഇങ്ങനെ വന്നതോടുകൂടി ഇവർ കുടുംബം മുഴുവൻ അപ്സെറ്റാണ്. അപ്പോൾ ഞാൻ ഈശോയുടെ അടുത്ത് അന്ന് ചെന്നിരുന്ന പ്രാർത്ഥനയിൽ ഈ കൊച്ചെൻ്റെ മനസ്സിലേക്ക് വരാൻ, ഈശോയെ ഈ കൊച്ചിനെ സുഖപ്പെടുത്തണം, ഈശോയെ കൊച്ചിനെ സുഖപ്പെടുത്തണം എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഒരു പ്രേരണ കിട്ടി. ഈ കൊച്ചിൻ്റെ അമ്മേനെ ഒന്ന് കണ്ട് 1-2 കാര്യങ്ങൾ പറയാം. അപ്പോൾ ഞാൻ ഈ കൊച്ചിൻ്റെ അമ്മേനെ അന്വേഷിച്ച് വീണ്ടും നടന്നു. ഈ കൊച്ചിൻ്റെ അമ്മേനെ കണ്ടുപിടിച്ചു. 500-600 ആൾക്കാർ ധ്യാനിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നിന്ന് കൊച്ചിൻ്റെ അമ്മേനെ കണ്ടുപിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, ചേച്ചി എല്ലാ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിക്കുമല്ലോ? ഓ സിസ്റ്ററെ, ഞാൻ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിക്കും. ആ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ വിശുദ്ധ കുർബാന സ്വീകരിച്ച കരങ്ങൾ കൊണ്ട് ഈ തിരുശരീരം ചേച്ചിയുടെ ശരീരത്തിൽ അലിഞ്ഞു ചേർന്ന് ഈശോയുടെ തിരുരക്തം ചേച്ചിയുടെ ഹോൾ ബോഡിയിൽ അലിഞ്ഞു ചേരുന്നുണ്ടോ? ഉണ്ട്. ഈശോയുടെ തിരുശരീരം ഇപ്പോൾ ചേച്ചിയുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗമായി കഴിഞ്ഞു. ചേച്ചി കുഞ്ഞിന് പാല് കൊടുക്കുമ്പോൾ, ഫീഡ് ചെയ്യുമ്പോൾ ഈശോയോട് പറയണം, ഈശോയെ അങ്ങയുടെ തിരുരക്തവും അങ്ങയുടെ തിരുശരീരവും ഈ പാലിലൂടെ എൻ്റെ കുഞ്ഞിലേക്ക് ഞാൻ നൽകുകയാണ്. ഹല്ലേലൂയ. ഈശോയെ അങ്ങയുടെ തിരുശരീരവും തിരുരക്തവും ഈ പാലിലൂടെ ഞാൻ എൻ്റെ കുഞ്ഞിന് കൊടുക്കുകയാണ്. കർത്താവെ, അവനെ സുഖപ്പെടുത്തണമേ. ഈശോയെ, ഈ തിരുരക്തം അവൻ്റെ ഉള്ളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ കർത്താവെ, അവൻ്റെ ബ്ലഡ് കൗണ്ട് നോർമലാക്കി തരണം ഈശോയെ. ഇനി സ്റ്റിറോയിഡ് എടുക്കേണ്ട ആവശ്യമില്ലാത്ത വിധം കുഞ്ഞിനെ സുഖപ്പെടുത്തണം ഈശോയെ. ഹല്ലേലൂയ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടെ കുഞ്ഞിന് പാല് കൊടുക്കാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നിട്ട് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു, ചേച്ചി ഒരു കാര്യം കൂടെ ചെയ്യണം. ചേച്ചി വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഈശോയെ ഉൾക്കൊണ്ടതിന് ശേഷം ഈ കൊച്ചിൻ്റെ 2 കവിളത്തും കുരിശ് വരയ്ക്കാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ വിശ്വാസത്തിൽ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ പൊന്നു ചേച്ചി ഈശോയെ സ്വീകരിച്ചതിന് ശേഷം കുഞ്ഞിൻ്റെ നാവിൽ ഒരു കുരിശ് വരച്ചിട്ട് ഈശോയോട് പറയും, ഈശോയെ എൻ്റെ കുഞ്ഞിനെ സുഖപ്പെടുത്തണം. ഈ 2 കാര്യം ചെയ്യാൻ ഞാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇങ്ങനെ പറഞ്ഞു. ഈ ചേച്ചി അന്ന് മുതൽ ഇത് ചെയ്യാൻ തുടങ്ങി. ഞാൻ ഉച്ചയ്ക്ക് പറഞ്ഞു, വൈകുന്നേരം മുതൽ കുർബാനയുണ്ട് ചേച്ചി.
അത്ഭുതം എന്ന് പറയട്ടെ, ഈ കൊച്ചിൽ മാറ്റം വരാൻ തുടങ്ങി. ഈ കൊച്ചിൻ്റെ കവിളി തൂങ്ങിക്കിടന്ന കവിള്, അത് ഈ തൂങ്ങി ഇങ്ങനെ ഞാന്ന് കിടക്കണം നമുക്ക് കാണാം, അതിന് മാറ്റം വരാൻ തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ന് മാത്രമല്ല, വിളറി വെളുത്ത ബ്ലഡ് ഇല്ലാതിരുന്ന ഈ കൊച്ച്, വിളറി വെളുത്തിരുന്ന ഈ കൊച്ച് ഒരു 3-4 ദിവസമായി കഴിഞ്ഞപ്പോഴേക്കും ചോര തൊട്ടെടുക്കാൻ പരുവത്തിന് നല്ല ബ്ലഡ് കളറിലേക്ക്, മീൻസ് ആപ്പിളിൻ്റെ കളറിലേക്കായി കൊച്ച്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഈ ചേച്ചിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ചേച്ചി എന്നോട് പറഞ്ഞു, സിസ്റ്ററെ, ഈ പോകുന്ന വഴിയിൽ തന്നെ മണ്ണാർക്കാട് ഇറങ്ങി ഞങ്ങൾ കൊച്ചിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. ഞങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ വിചാരിച്ചിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു, കാരണം കൊച്ചിൻ്റെ കവളിലൊക്കെ മാറ്റം വരാൻ തുടങ്ങി. ഹല്ലേലൂയ. എന്നിട്ട് എന്താ ചെയ്തതെന്നറിയാമോ? ഈ ചേച്ചി മണ്ണാർക്കാട് ഇറങ്ങി ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കൊച്ചിൻ്റെ HB ടെസ്റ്റ് ചെയ്തു. HB ടെസ്റ്റ് ചെയ്യുമ്പോൾ 13.5. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ അവർ അന്ന് വന്ന വഴി ഡോക്ടറെ കണ്ടു. ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ അതുവരെ പറഞ്ഞിരുന്ന രോഗത്തിൻ്റെ ഒരു സിംറ്റവും കൊച്ചിൽ കാണാനില്ല. പ്രൈസ് ദി ലോർഡ്. ഞാനിത് പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ അവിടെ എന്താ ചെയ്തേ? 3 കാര്യത്തിൽ ഏതാ ചെയ്തേ? അപ്ലൈ ചെയ്തു. പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. അവൻ പറഞ്ഞ വചനത്തിലും വാഗ്ദാനത്തിലും നീ വിശ്വസിക്കുക. ഹല്ലേലൂയ. അത് കഴിഞ്ഞതിന് ശേഷം നീ ക്ലെയിം ചെയ്യുക, അവൻ്റെ രക്തം കൊണ്ട് അവൻ നേടിത്തന്നിരിക്കുന്ന രക്ഷയുണ്ട്. ആ രക്ഷ നിനക്ക് അവകാശപ്പെട്ടതാണ്, നിനക്ക് അവകാശപ്പെട്ടതാണ്. കാരണം നീ ദൈവ പൈതലാണ്, നീ ദൈവ പൈതലാണ്. അവൻ വഴിയുള്ള രക്ഷയും നിനക്ക് അവകാശപ്പെട്ടതാണ്. 1 പത്രോസ് 1:18. പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ചിലപ്പോൾ പ്രിയ സഹോദരങ്ങളെ, നമുക്കറിയാം, നമ്മൾ ചിലപ്പോൾ നമ്മുടെ പിള്ളേരെ നോക്കിയിട്ട്, ഓ, ഇതാ അമ്മായിയമ്മയുടെ അതേ ശുണ്ഠിയാണല്ലോ ഇതിന് കിട്ടിയേക്കുന്നത് പറയാറില്ലേ? ശുണ്ഠി അല്ലെങ്കിൽ വേറെ പലതും തലമുറകളിൽ നിന്ന് അങ്ങനെ തന്നെ കൈമാറ്റം ചെയ്തല്ലോ. എന്താണോ പാടില്ലാത്തത് അതെല്ലാം അങ്ങനെ തന്നെ ഇങ്ങോട്ട് കിട്ടി എന്ന് ചിന്തിച്ചിട്ടില്ലേ? ഓ, ഇല്ലേ? ഉണ്ട്. അമ്മയുടെയും അപ്പൻ്റെയും എത്രയോ നല്ല സ്വഭാവമുണ്ട്. നമ്മുടെ തന്നെ, നമ്മുടെയും നമ്മുടെ പേരൻസിൻ്റെയും നല്ല സ്വഭാവങ്ങളുണ്ട്. അത് കുറേ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ചിലത് കിട്ടല്ലേ കർത്താവേ എന്ന് വിചാരിച്ച സാധനം കിട്ടിയിട്ടുണ്ട്. ഉണ്ടോ? ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനിയിപ്പോൾ ഇതെങ്ങനെ കളയും, ഇതിനി എങ്ങനെ പോകും എന്ന് വിചാരിച്ച് വിഷമിക്കുന്ന അവസ്ഥയും നമ്മുടെ ഇടയിലുണ്ട്. പ്രിയ സഹോദരങ്ങളെ, അതിനുള്ള മാർഗവും ഈശോയുടെ രക്തമാണ്. ഈശോയുടെ രക്തം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലപ്പോൾ അമ്മയുടെ ഈ വെപ്രാളവും അമ്മയുടെ ഭയവും അങ്ങനെ തന്നെ ഈ കൊച്ചിന് കിട്ടി. ബാക്കി ഒത്തിരി നന്മയും കിട്ടിയിട്ടുണ്ട് അമ്മയിൽ നിന്ന്. പക്ഷെ അമ്മയുടെ ഈ വെപ്രാളം, ആവശ്യമില്ലാത്ത ഈ ഉൾക്കണ്ട, ഇത് കൊച്ചിന് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കും. ഈ കൊച്ച് ഫുൾ ടൈം ടെൻഷനിലും ഉത്കണ്ഠയിലും അസ്വസ്ഥതയിലും ആയിരിക്കുമോ? ആയിരിക്കും. കൊച്ചിൻ്റെ അപ്പൻ ഇടയ്ക്കിടയ്ക്ക് പറയും, എല്ലാ നന്മയും കിട്ടി, കിട്ടരുതാത്ത ഈ കാര്യവും കിട്ടി. നിന്റെ ഭയം, നിന്റെ ഈ വെപ്രാളാണ് ആ കൊച്ചിന് ഇങ്ങനെയാണ് കൊച്ചിന് കിട്ടിയേക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇല്ലെങ്കിൽ അപ്പൻ്റെ ശുണ്ഠി, ദേഷ്യം, മൂക്കിൻ്റെ തുമ്പത്തുള്ള ദേഷ്യം, അതങ്ങനെ തന്നെ കൊച്ചിന് കിട്ടിയിട്ടുണ്ടാകും. അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദറിൻ്റെ ദേഷ്യം, അല്ലെങ്കിൽ വാശി, ആ സംഭവം അങ്ങനെ തന്നെ കൊച്ചിന് കിട്ടിയിട്ടുണ്ടാകാം. എനിവേ, തലമുറകളിൽ നിന്ന് ഇതുപോലത്തെ ചില തഴക്ക ദോഷങ്ങൾ അല്ലെങ്കിൽ ചില പാപത്തിൻ്റെ മേഖലകൾ അടുത്ത തലമുറയിലെ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നത് നമ്മളിൽ നിന്ന്, നമ്മുടെ കുടുംബ വൃക്ഷത്തിൽ നിന്ന് മക്കളിലേക്ക് കിട്ടുന്ന അവസ്ഥയുണ്ട്. ഉണ്ടോ? ഉണ്ട്. ഇനി അതിനുള്ള സൊല്യൂഷനാണ് വചനം പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, പിതാക്കന്മാരിൽ നിന്നും, അങ്ങനെ അവരെ മാത്രം പറയണ്ട, മാതാപിതാക്കന്മാർ അങ്ങനെ പറയാം, ഇല്ലെങ്കിൽ പിതാക്കന്മാർക്ക് വിഷമാവും. ഹല്ലേലൂയ. ഓക്കെ, വായിക്കാം. നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. നമുക്ക് നമ്മുടെ മക്കളുടെ കാര്യം വിട്, നമുക്ക് തന്നെ ഇത് പിതൃസ്വത്തും മാതൃസ്വത്തും കുറേ കയ്യിലില്ലേ? ഉണ്ടോ? അതുകൊണ്ട് തന്നെയാണ് സിസ്റ്ററെ കടന്ന് സഹിക്കുകയാണ്, ഭയങ്കര സഹനം. ചിലപ്പോൾ അമ്മയുടെ അല്ലെങ്കിൽ അമ്മയുടെ മറവി അങ്ങനെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. എന്ത് കാര്യം പെട്ടെന്ന് മറന്നു പോകുന്ന അവസ്ഥ. നമ്മുടെ കൈക്കുള്ളിൽ
സ്പൂൺ പിടിച്ചോണ്ട് സ്പൂൺ അന്വേഷിച്ച് നടക്കുന്നവരുണ്ട്. സ്പെക്സ് കൈ പിടിച്ചോണ്ട് സ്പെക്സ് എവിടെയാണോ എവിടെ കൊണ്ട് വെച്ചയാവോ, നിന്റെ കയ്യിൽ എന്നിട്ടേ കയ്യിലുണ്ടായിരുന്നു അല്ലേ. പ്രൈസ് ദി ലോർഡ്. നീ ഇങ്ങനെ തുടങ്ങി എങ്ങനെ മുന്നോട്ട് പോകും എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കാം. അങ്ങനെ ജീവിത പങ്കാളിയും ചോദിക്കും. അപ്പം നമുക്ക് തന്നെ ഒഴിവാക്കാൻ പറ്റാത്ത കുറേ പിതൃസ്വത്തും മാതൃസ്വത്തും നമ്മുടെ കയ്യിലില്ലേ? ഉണ്ടോ? അതിനടുത്ത് ഇടയ്ക്ക് വിഷമിക്കാറുണ്ടോ? വിഷമം തോന്നാറില്ലേ? ഇതങ്ങ് മാറി കിട്ടിയായിരുന്നെങ്കിൽ ആഗ്രഹിച്ചിട്ടില്ലേ? ഉണ്ട്. നമുക്ക് ചില സ്വഭാവ ദോഷങ്ങൾ, തഴക്ക ദോഷങ്ങൾ തലമുറകളിൽ കുടുംബ വൃക്ഷത്തിൽ നിന്ന്, പേരൻസിൽ നിന്ന് ഒക്കെ കിട്ടിയേക്കുന്ന ഈ സംഭവം ഇത് മാറാനായിട്ടും വഴിയുണ്ട്. വചനം പറയുകയാണ് അതെങ്ങനെ മാറ്റാൻ പറ്റുമെന്ന്. കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേതുപോലുള്ള ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തം കൊണ്ടത്രേ. ഹല്ലേലൂയ. അപ്പോൾ നമുക്കുള്ള പിതൃസ്വത്തും മാതൃസ്വത്തും, നമ്മൾ കൊണ്ട് നടക്കുന്ന പിതൃസ്വത്തും മാതൃസ്വത്തും, അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ ആന്തരിക മുറിവുകൾ, അല്ലെങ്കിൽ കുടുംബ വൃക്ഷത്തിൽ നിന്ന് കെട്ടിയിരിക്കുന്ന ചില കെട്ടുപാടുകൾ, ഇതിൽ നിന്ന് മാറാൻ യേശുവിൻ്റെ രക്തം നമ്മൾ ഉപയോഗിക്കണം. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ ഇവിടെ കൗൺസിലിങ്ങിന് യൂത്ത് ധ്യാനം നടത്തുമ്പോൾ, അല്ലെങ്കിൽ ടീൻസ് ധ്യാനം നടത്തുമ്പോൾ, അല്ലെങ്കിൽ ദമ്പതി ധ്യാനം നടത്തുമ്പോൾ ഒക്കെ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണിത്. ഈശോയുടെ രക്തം ഈ തലമുറകളിലേക്ക്, അല്ലെങ്കിൽ ആന്തരിക മുറിവുകളിലേക്ക്, മനസ്സിൻ്റെ ആന്തരിക മുറിവുകളുടെ തലങ്ങളിലേക്ക് ഈശോയുടെ രക്തം ഒഴുകുന്നത് കണ്ടിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഞാൻ ഓർക്കുകയാണ്, എൻ്റെ സബ്ജക്റ്റ് മാത്തമാറ്റിക്സാണ്. ഞാൻ +2 മാത്സ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഓരോ സമയത്തും ഓരോ കാലഘട്ടത്തിലുള്ള പിള്ളേരുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ ദൈവം അവസരം തന്നിട്ടുണ്ട്. അപ്പോൾ +2 കാലഘട്ടത്തിൽ മാത്സ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഒരു പീരീഡ്, ഒരു ക്ലാസ്, ഒരു അവർ ഫ്രീ ആയിട്ട് ഇരുന്ന് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരുന്നിട്ട് പിള്ളേരുടെ എക്സാം പേപ്പർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിള്ളേരെല്ലാവരും സുവോളജി പ്രാക്ടിക്കലിന് പോയിരിക്കുന്ന സമയമാണ്. എൻ്റെ ക്ലാസ്സിലെ പിള്ളേരെല്ലാം സുവോളജി പ്രാക്ടിക്കലിന് പോയിരിക്കാം. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും സുവോളജിയുടെ ചാർജുള്ള ടീച്ചർ വന്നിട്ട് എന്നോട് പറഞ്ഞു, സിസ്റ്ററിൻ്റെ ക്ലാസ്സിലെ ആ കുട്ടിയുടെ പേര് പറഞ്ഞു, അവൾ എല്ലാവരുടെയും കൊക്രോച്ചിനെ തട്ടിത്തെറിപ്പിച്ച് അത് ആ മേശപ്പുറത്ത് കയറി നിൽക്കുന്നുണ്ട്. എന്നുവെച്ചാൽ പാറ്റേനെ അവർ കീറി മുറിക്കുന്ന സുവോളജി പ്രാക്ടിക്കലാണ്. പാറ്റ സുവോളജി ക്ലാസ്സിൽ ചെയ്യുന്ന ഒരു പ്രാക്ടിക്കലാണ്. ഇവൾ എന്ത് ചെയ്തു എന്ന് ഈ ടീച്ചർ പറയുകയാണ്, ഈ കൊച്ചിനെ കൊക്രോച്ചിനെ ഭയങ്കര പേടിയാണ്. കൊക്രോച്ച് എന്ന് വെച്ചാൽ പാറ്റേനെ ഭയങ്കര പേടിയാണ്. ഇവക്ക് കൊടുത്ത പാറ്റേനെയും ഇവൾ കളഞ്ഞ്, ഇവൾ ഒച്ച എടുത്ത് കാറി കൂവി, ബാക്കിയുള്ളവരുടെ അവർ പേടിച്ച് അവരുടെയും പാറ്റ കയ്യിൽ നിന്ന് പോയി. ഓക്കെ, കുറേ പേരുടെ പാറ്റ കയ്യിൽ നിന്ന് പോയി. അത് കഴിഞ്ഞിട്ട് ഇവൾ ഈ പാറ്റേനെ പേടിച്ചിട്ട് ഇവള് ഈ പാറ്റേനെ കീറി മുറിക്കുന്ന മേശയുടെ ഡെസ്കിൻ്റെ പുറത്ത് കയറി നിൽക്കണം. ഇവളോട് താഴെ ഇറങ്ങി വരാൻ പറഞ്ഞു. ഇവൾ എന്ത് താഴെ വരില്ല, കൊക്രോച്ച് എനിക്ക് കൊക്രോച്ചിനെ പേടിയാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇറങ്ങി വരില്ല. അതുകൊണ്ടാണ് സുവോളജിയുടെ ചാർജുള്ള ടീച്ചർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞത്, സിസ്റ്ററിൻ്റെ ക്ലാസ്സിലെ ആ കുട്ടി അത് ഡെസ്കിൻ്റെ മുകളിൽ കയറി നിൽക്കുക, അതിനെ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചോണ്ട് പോകാമോ, എങ്ങനെയെങ്കിലും ഒന്ന് ലാബിന്ന് പിടിച്ചോണ്ട് പോകും, ബാക്കിയുള്ള പിള്ളേരെങ്കിലും ചെയ്യട്ടെ എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ പേനയൊക്കെ അവിടെ വെച്ചിട്ട് കൊച്ചിൻ്റെ അടുത്തേക്ക് സുവോളജി ലാബിൽ ചെന്നിടുമ്പോൾ മൂലയിൽ ഇങ്ങനെ പമ്മി വിറങ്ങലിച്ച് നിൽക്കുന്നുണ്ട് ഈ കൊച്ച്. ഓക്കെ, 2 ഡോക്ടർമാരുടെ മോളാണ്. അപ്പനും ഡോക്ടറാ, അമ്മയും ഡോക്ടറാണ്. അവർ സ്ഥിരം ഇതിനുള്ളിൽ മീൻസ് ചോരയ്ക്കകത്തും അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിൽ ഓപ്പറേഷൻ നടത്തിയും അവരുടെ രോഗങ്ങൾ കണ്ടുപിടിച്ചും ഡീൽ ചെയ്യാണ്. പക്ഷെ കൊച്ചിന് ഈ കൊക്രോച്ചിൻ്റെ കീറിമുറുക്കികൾ പോലും സഹിക്കാൻ പറ്റാണ്ട് കൊച്ചു നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ അടുത്ത് ചെന്നിട്ട് കൊച്ചിൻ്റെ അടുത്ത് പറഞ്ഞു, മോളെ എൻ്റെ കയ്യിൽ കൊക്രോച്ച് ഉണ്ടോ? ഇല്ല. നീ ഞാൻ ക്ലാസ് ചാർജ് ആണല്ലോ, നീ എയ്മി സിസ്റ്ററിനെ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. എൻ്റെ കൈ കൊക്രോച്ച് ഇല്ലാതെ നിനക്കറിയാവോ? അറിയാം. ഞാൻ നിന്നെ പേടിപ്പിക്കില്ലാന്നും എൻ്റെ കൈ കൊക്രോച്ചിനെ വെച്ച് നിന്നെ ടെൻഷൻ അടുപ്പിക്കില്ലാന്ന് നിനക്കറിയാവോ? വിശ്വാസമുണ്ടോ? ഉണ്ട്. എങ്കിൽ നീ എൻ്റെ കൈയെ പിടിച്ച് ഇറങ്ങി വാ പറഞ്ഞു. എൻ്റെ കൂടെ ഇങ്ങ് പോന്നു. ഈ കൊച്ചിനെ പ്രെയർ റൂമിൽ കൊണ്ടിരുത്തിയിട്ട് ഞാൻ കുറച്ച് സമയം ഇരുന്ന് പ്രാർത്ഥിച്ചു. ഈശോയെ, ഇതെന്താണ് ഈ ഭയത്തിൻ്റെ കാരണം? ഈശോയെ, ഈ കൊക്രോച്ചിൻ്റെ ഭയം, ഈ കൊച്ചിന് ഇതുപോലെ പേടി തട്ടിയത് എവിടുന്നാണ്? അപ്പോൾ ഈശോ എനിക്ക് കാണിച്ചു തന്നു, ഈ കൊച്ച് ഒരു 2 വയസ്സ് പ്രായമുള്ള സമയത്ത് ഒരു കുഞ്ഞിക്കുട്ടി ടൈറ്റ് ഫിറ്റായിട്ടുള്ളൊരു കുട്ടി ഉടുപ്പൊക്കെ ഇട്ട് നല്ല സ്വർണ്ണമാലയും സ്വർണ്ണപാദസ്വരവും സ്വർണ്ണവളയും ഒക്കെ ഇട്ടിങ്ങനെ ഓടി നടക്കുന്ന ഒരു പ്രായത്തിൽ ഈശോ ഈ കൊച്ചിനെ എന്നെ കാണിച്ചു തന്നു.
അപ്പോൾ പിന്നെ ഞാൻ കാണുന്നത് ഈ സെർവൻ്റ്, വീട്ടിലെ സെർവൻ്റ് വലിയൊരു കൊക്രോച്ചിനെ, കൈയും കാലും ഒക്കെ നിറയെ ഈ നല്ല രോമമുള്ള വലിയ കൊക്രോച്ചില്ലേ, പാറ്റ. ഓക്കെ, ഈ പാറ്റേനെ പിടിച്ചിട്ട് വന്നിട്ട് ഈ കൊച്ചിൻ്റെ ഉടുപ്പിനുള്ളിലേക്ക് ഇടുന്നതും ഈ കൊച്ച് കിടന്ന് ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ട് വീടിനുള്ളിൽ കിട ഓടുന്നതാണ് ഞാൻ കാണുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, മോളെ ഇങ്ങനെ ഒരു സംഭവം അതെന്താന്ന് ചോദിച്ചു. കൊച്ചോർത്തു. 2 വയസ്സിൽ സംഭവിച്ച കാര്യം കൊച്ചിൻ്റെ മനസ്സിലേക്ക് വന്നു. ഈശോ, ദൈവത്തിൻ്റെ ആത്മാവ്, ഈ കൊച്ച് ഹിന്ദു കുട്ടിയാണെന്നാണ്, പരിശുദ്ധാത്മാവ് അവിടെ ഇടപെട്ടൊരു കൗൺസിലിങ്ങിന് അവസരം ഉണ്ടാക്കുക. ഹല്ലേലൂയ. ഈശോ ക്രിസ്ത്യാനികളുടെ മാത്രം ദൈവമല്ല. ഹല്ലേലൂയ. യേശുവിൽ വിശ്വസിക്കുന്നവൻ ആരാണെങ്കിലും, അവൻ ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും നിരീശ്വരവാദിയാണെങ്കിലും മതമില്ലാത്തവനാണെങ്കിലും ആരാണെങ്കിലും, യേശു അവന് വേണ്ടി കൂടിയാണ് വന്നത്, അവന് വേണ്ടി കൂടിയാണ് മരിച്ചത്. പ്രൈസ് ദി ലോർഡ്. യേശു ആത്മാവിനെ വാഗ്ദാനം ചെയ്തത് ക്രിസ്ത്യാനിക്ക് മാത്രമല്ല, എല്ലാവരുടെയും ഉള്ളിൽ യേശുവിൻ്റെ ആത്മാവിനെ ഈശോ വർഷിക്കുന്നുണ്ട്. യോയേൽ 2:28 വചനം പറയാണ്, അന്നിങ്ങനെ സംഭവിക്കും, ക്രിസ്ത്യാനികളുടെ മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. അങ്ങനെയാണോ? അല്ല. എന്താ? എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ഹല്ലേലൂയ. എല്ലാവരുടെയും മേൽ ആത്മാവിനെ വർഷിക്കും. അങ്ങനെയാണെങ്കിൽ എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ ഹൈന്ദവ പെങ്കൊച്ചിൻ്റെ മേലും ഈശോയുടെ ആത്മാവിനെ വർഷിക്കുമോ? വർഷിക്കും. ഈശോയുടെ തിരക്തം അവളുടെ മേൽ വർഷിക്കുമോ? വർഷിക്കും. ഈശോയുടെ ഹീലിംഗ് ആ കുഞ്ഞിന് കൊടുക്കുമോ? കൊടുക്കും. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ആ കൊച്ചിനോട് ചോദിച്ചു, മോളെ ഇങ്ങനൊരു സംഭവം ഓർമ്മയുണ്ടോ? അവളൊരു നിമിഷം, സിസ്റ്റർ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ സംഭവം, എന്താ ഉണ്ടായേ? എന്താ സംഭവം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ അപ്പനും അമ്മയും 2 പേര് ഡോക്ടേഴ്സ് നല്ലൊരു വിശ്വസ്തയായ ഒരു സെർവൻറ്റിനെ കണ്ടെത്തി ഈ കൊച്ചിനെ സെർവൻറ്റിനെ ഏൽപ്പിച്ചിട്ട് പോകും, രാവിലെ പോകും. ഈ സെർവൻ്റ് അത്രയും നല്ല സെർവൻ്റാണെന്നാണ് അച്ഛനും അമ്മയും വിചാരിച്ചു വെച്ചിരിക്കുന്നത്. 2 ഡോക്ടേഴ്സിൻ്റെ മോള് അത്രയും നല്ല എനർജറ്റിക് ആയിട്ടുള്ള നല്ല മിടുക്കി കുട്ടി, എനർജറ്റിക് ആയിട്ടുള്ള കുട്ടി. ഇവൾ അടങ്ങിയിരിക്കില്ല, ഇവൾ ഓടിച്ചാടി എല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. സെർവൻറ്റിൻ്റെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. ഇവള് മേശപ്പുറത്ത് ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന ഓരോ സാധനങ്ങൾ തൊടും, അല്ലെങ്കിൽ ടിവിയുടെ സാധനങ്ങൾ വലിച്ചു പറിക്കും, അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന തൊടാൻ പാടില്ലാത്ത എല്ലാം തൊട്ട് വലിച്ച് നാശോഷമാകും. അതുകൊണ്ട് ഈ സെർവൻ്റ് എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഹോളിൽ വലിയൊരു സർക്കിൾ വരച്ചു, ഒരു വൃത്താകൃതിയിൽ ചോക്ക് കൊണ്ട് വരച്ചിട്ട് കൊച്ചിനെ നടുക്ക് കയറ്റി നിർത്തി. എന്നിട്ട് ഒരു കളിപ്പാട്ടവും കൊടുത്ത് കൊച്ചിനെ അവിടെ നിർത്തിയിട്ട് പറഞ്ഞു, ഈ വരയ്ക്ക് പുറത്തേക്ക് ഇറങ്ങിയാൽ ഞാൻ പാറ്റേനെ പിടിച്ച് ഉടുപ്പിലിടുന്നു പറഞ്ഞു. കൊച്ച് കുറച്ച് നേരം അവിടെ ഒരു പാറ്റേനെ പിടിച്ചുകൊണ്ട് കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതിനെ ഞാൻ ഉടുപ്പിൻ്റെ ഉള്ളിലിടും, അത് കടിച്ച് പഞ്ചറാക്കും എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. കൊച്ചിനെ കുറേ നേരം ഇരുത്തി. കൊച്ച് കുറച്ച് നേരം അത് പേടിച്ച് അത് വിശ്വസിച്ച് അതവിടെ ഇരുന്നു. കൊച്ചല്ലേ 5-6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊച്ചുങ്ങൾ ഇത് മറന്നു പോകും ഇല്ലേ? ഈ കൊച്ചെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വൃത്തം വരച്ച് വെച്ചേക്കുന്നതിൻ്റെ പുറത്തിറങ്ങിയിട്ട് ഈ കൊച്ച് ഡൈനിങ് ടേബിളിൽ തൂങ്ങി അവിടെ ഇരുന്ന ഒരു സെറ്റ് ഗ്ലാസ്, നല്ല ഗ്ലാസിൻ്റെ ഒരു സെറ്റ് ഉണ്ടായിരുന്നു, തൂക്കി ഇങ്ങനെ ഗ്ലാസ് സ്റ്റാൻഡിലിട്ടിരുന്ന് അതേ പിടിച്ചു വലിച്ചു. ഇതെല്ലാം കൂടെ താഴെ വീണു, എല്ലാം പൊട്ടി. വേലക്കാരിക്ക് ദേഷ്യം വരാതിരിക്കുമോ? ഇല്ല. ഇവളുടെ പേർക്ക് ഇന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് വന്നിട്ട് ഈ ഷെൽഫുകൾ തുറന്ന് നോക്കി വലിയൊരു കൊക്രോച്ചിനെ കിട്ടി. ഈ കൊക്രോച്ചിനെ പിടിച്ചു, ഇതുണ്ടോ ഇതിൻ്റെ കൈ കണ്ടോ കാല് കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് കൊച്ചിൻ്റെ ടൈറ്റായിട്ടുള്ള ഈ ഉടുപ്പിൻ്റെ ഉള്ളിലേക്ക് കൊക്രോച്ചിനെ കിട്ടും. ഈ കൊക്രോച്ച് കൊച്ചിൻ്റെ മേത്തോടെ മുഴുവനെ കിടന്ന് ഇങ്ങനെ ഓടുവാണ്. ഈ രോമം പോലെയുള്ള സാധനം കൂടെ ഉള്ളത് കൊണ്ട് ഈ കൊച്ചിന് ഭയങ്കര അസ്വസ്ഥത ഉണ്ടായി. കൊച്ച് പേടിച്ച് ഭയങ്കരമായിട്ട് കരഞ്ഞ് കൊച്ചിനൊന്ന് ഹൈ ടെമ്പറേച്ചറായി 100-105 പനി കൂടി. കൊച്ചിനെ അന്ന് തന്നെ ഇവള് ഇങ്ങനെ ഉണ്ടായി എന്ന് വേലക്കാരിയും പറഞ്ഞിട്ടില്ല, കൊച്ചിനത് പറയാൻ കൊച്ചിന് അറിയോ ഇല്ല. എനിവേ കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോയി. പിന്നെ നാളുകളോളം ട്രീറ്റ്മെൻറ്റ് നടത്തി. കൊച്ചിനെ സൗഖ്യമായി. കുഞ്ഞിപ്പിള്ളേരല്ലേ, അവർ മറന്നുപോയി. പിന്നെ ഈ കൊച്ചു ജന്മത്തിൽ ഓർത്തിട്ടില്ല ഈ സംഭവം. പ്രൈസ് ദി ലോർഡ്. പാറ്റേനെ കാണുമ്പോൾ പേടിയാണ്, അത് മാത്രമേ ഉള്ളൂ. ഓക്കെ, 18ാമത്തെ വയസ്സിൽ ഈശോയുടെ ആത്മാവ് ഈ സംഭവം കാണിച്ചു തരാണ്. ഹല്ലേലൂയ. ഈ കുഞ്ഞ് ഈ കാര്യം പറയുമ്പോൾ തന്നെ കരയാം. ഞാൻ പറഞ്ഞു, മോളെ ഈശോ നിന്നെ സുഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അവർക്ക് ഈശോയിൽ വിശ്വാസമുണ്ട്. ഈശോയിൽ വിശ്വാസമുള്ള കുഞ്ഞ്. ഞാൻ ചോദിച്ചത്, ഈശോയെ മോക്ക് ഇഷ്ടമല്ലേ? അതെ.
ഈശോ നിന്റെ കാര്യത്തിൽ ഇടപെടും നിനക്ക് ഉറപ്പല്ലേ? അതെ. എങ്കിൽ നീ ഈശോയെ വിളിച്ചേ, ഈശോയെ നിന്റെ തിരുരക്തം കൊണ്ട് എൻ്റെ അന്നത്തെ ആ ടെൻഷൻ, അന്നുണ്ടായ ആന്തരിക മുറിവുകൾ ഈശോയെ നിന്റെ തിരുരക്തം കൊണ്ട് കഴുകണമേ എന്ന് നീ പ്രാർത്ഥിച്ച്. ഈശോ 2 വയസ്സുള്ള നിന്നെ ഈശോയുടെ കരങ്ങളിൽ എടുത്തു പിടിച്ചിരിക്കുന്നത് കണ്ട് ഞാൻ എന്തിനാ പറയണത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എന്തിനാ? നിന്റെ ആന്തരിക മുറിവുകൾ, ഇതിൻ്റെ കാരണം ഇങ്ങനെയുള്ള സംഭവങ്ങൾ നീ ഞെട്ടിയിട്ടുള്ളൂ, നീ വിഷമിച്ചിട്ടുള്ളൂ, നിനക്ക് മുറിവേറ്റുമായിട്ടുള്ള അനുഭവങ്ങളിലേക്ക് ആരെ കൂട്ടിക്കൊണ്ട് പോവുക? ഈശോയെ കൂട്ടിക്കൊണ്ടുപോയി ഇതുപോലെ പ്രാർത്ഥിച്ച് സൗഖ്യം കൊടുക്കണം. ഇതുപോലെ നിന്നിൽ നിന്ന് നിന്റെ മക്കൾക്ക് കിട്ടിയ ആന്തരിക മുറിവുള്ള തലങ്ങളുണ്ട്. ആ മക്കളെ എടുത്ത് ഈശോയുടെ കരങ്ങളിലേക്ക് വെച്ച് അവരെ തിരുരക്തം കൊണ്ട് കഴുകി അവർക്ക് സൗഖ്യം മേടിച്ചു കൊടുക്കണം. അപ്പം ഞാൻ ഈ കൊച്ചിനോട് പറഞ്ഞു, മോനെ 2 വയസ്സുള്ള നിന്നെ നീ മനസ്സിൽ കണ്ടിട്ട് ഈ ചേച്ചി ഉടുപ്പിൽ പാറ്റ എടുത്ത സംഭവം കൊണ്ട് നീ കിടന്ന് കരയുന്ന ആ സംഭവം ഈശോ നിന്നെ കരങ്ങളിലെടുത്ത് മടിയിലിരുത്തി ഈശോ ചേർത്ത് പിടിക്കുന്നതും ഈ പാറ്റേനെ എടുത്ത് കളഞ്ഞ് ഈശോയുടെ ആണിപ്പുറത്തുള്ള കരങ്ങൾ കൊണ്ട് നിന്നെ ചേർത്ത് പിടിക്കുന്നത് കണ്ടേ? ഈശോ എൻ്റെ മറ്റൊന്ന് തലയെ കൈവച്ച് അനുഗ്രഹിക്കുന്നത് കണ്ടേ? എന്നിട്ട് ഈശോയേ 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 എന്ന് വിളിച്ചേന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഈ കൊച്ച് ഈശോയുടെ നാമം വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈശോയുടെ തിരുരക്തം അവളുടെ ഓർമ്മയിലേക്ക്, അവളുടെ മനസ്സിലേക്ക്, ബോധ മനസ്സിലേക്ക്, ഉബോധ മനസ്സിലേക്ക്, അബോധ മനസ്സിലേക്ക് ഒഴുകി ഇറങ്ങുന്നത് കണ്ട് മനസ്സിൻ്റെ 3 തലങ്ങളും ഈശോയുടെ രക്തം കൊണ്ട് കഴുകപ്പെടുന്നതും സൗഖ്യപ്പെടുന്നതും കണ്ട് ഇവൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അവൾ ഈശോയെ വിളിച്ചു. ഈശോയെ വിളിച്ചതോടുകൂടി ഈശോയുടെ ആത്മാവ്, ആ പരിശുദ്ധാത്മാവ് ആ കുഞ്ഞിൽ സൗഖ്യം നൽകി. കണ്ണ് നിറഞ്ഞൊഴുകി ഈശോയുടെ ഗിഫ്റ്റ് ഓഫ് ടിയേഴ്സ്, പരിശുദ്ധാത്മാവിൻ്റെ ഗിഫ്റ്റ് ഓഫ് ടിയേഴ്സ് ഈ കുഞ്ഞിൽ നിറഞ്ഞിട്ട് ഈ കുഞ്ഞ് ഈശോയിൽ സൗഖ്യം പ്രാപിക്കുകയാണ്. ഹല്ലേലൂയ. പിന്നീട് അവളുടെ പാറ്റയുടെ ടെൻഷനും മാറി. അവൾ നല്ല മിടുക്കിയായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് അവൾ മിടുക്കിയായിട്ട് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പോയി. പ്രൈസ് ദി ലോർഡ്. ഡോക്ടേഴ്സായ അപ്പനും അമ്മയും എന്തുമാത്രം രൂപ കൊണ്ട് കളഞ്ഞെന്നറിയോ? സൈക്കോളജിസ്റ്റിനെ കാണിക്കാനും കൗൺസിലിങ്ങിന് നടത്താനും ഇങ്ങനെയൊക്കെ ആയിട്ട് ഒരു പ്രയോജനം ഉണ്ടായില്ല. എന്നുവെച്ചാൽ മീൻസ് ഒത്തിരി കാശ് മുടക്കി ഈ ഭയം മാറ്റാനായിട്ട്. ഇതിനൊന്നും സാധിക്കില്ല. ഈശോയുടെ രക്തത്തിനും ഈശോയുടെ നാമത്തിനും മാത്രമാണ് പരിപൂർണമായി സൗഖ്യം നൽകാൻ സാധിക്കുക. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ വഴിപഴിച്ചു പോകുന്ന അവസ്ഥയോ അല്ലെങ്കിൽ കഞ്ചാവോ മയക്കുമരുന്ന് അല്ലെങ്കിൽ ഇതിൻ്റെ ഏതെങ്കിലും തരത്തിന് അഡിക്റ്റഡ് ആയതിൻ്റെ ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും ആകട്ടെ, ഈശോയുടെ രക്തത്തിന് അതെല്ലാം കഴുകി അവർക്ക് വിടുതൽ കൊടുക്കാനുള്ള ശക്തിയുണ്ട്. അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് 3 കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. 1, ഈശോയിൽ വിശ്വസിക്കുക. 2, ക്ലെയിം ചെയ്യുക. അവൻ്റെ നാമം വഴി, അവൻ്റെ മരണം വഴി, അവൻ്റെ രക്തം ചിന്തൽ വഴി അവൻ വാഗ്ദാനം ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നിനക്ക് അവകാശപ്പെട്ടതാണ്. സോ ക്ലെയിം ഇറ്റ്. 3ാമത്തെ കാര്യം, അപ്ലൈ ഇറ്റ്. അത് ഉപയോഗിക്കുക നമ്മുടെ മക്കൾക്ക് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി. ഹല്ലേലൂയ. ഒന്ന് എഴുന്നേറ്റ് നിന്നേ. കണ്ണുകളടച്ച് കുരിശിൻ്റെ ചൂട്ടിലേക്ക് നിന്ന് ഈശോയുടെ തിരുവിലാവിൽ നിന്നൊഴുകുന്ന തിരുരക്തം നിൻ്റെ മേലും നിൻ്റെ ജീവിത പങ്കാളിയുടെ മേൽ, മക്കളുടെ മേൽ, അവരുടെ ജീവിത പ്രശ്നങ്ങളുടെ മേൽ, നിൻ്റെ വരുമാന മാർഗ തടസ്സങ്ങളുടെ മേൽ എല്ലാം ഒഴുകി ഇറങ്ങാൻ അനുവദിച്ചുകൊണ്ട് 2 കരങ്ങളും ഉയർത്തി ഉച്ചത്തിൽ യേശുവേ യേശുവേ എന്ന് കുറേ പ്രാവശ്യം യേശുനാമം ഉറക്കെ വിളിച്ച് യേശുവേ പോരാ സ്വരമുയരട്ടെ. രോഗികളിലേക്ക് തിരുരക്തം ഒഴുകട്ടെ. ഈശോ ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ രോഗികളിലേക്കും തിരുരക്തം ഒഴുകട്ടെ. അവന്റെ മുറിവിനാൽ നമ്മൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. ഈ വചനം അയച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വരമുയർത്തി യേശുവിന്റെ നാമം വിളിക്കട്ടെ. ഈശോ ശക്തന്മാരാം ദൂതന്മാരെ ഞങ്ങൾക്ക് ചുറ്റും കാവലായി നൽകിയിടണമേ. രക്തം രക്തം യേശുവിൻ രക്തം ഭോജനമേകും. യേശുവിൻ രക്തം 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 യേശുവിൻ രക്തം ഭോജനമേകും. യേശുവിൻ രക്തം
യേശുവേ യേശുനാമത്തിൽ സംഭവിക്കട്ടെ. യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയാൽ സംഭവിക്കട്ടെ. സൗഖ്യത്തിൻ ശക്തി ഞങ്ങളുടെ ദേഹിയിൽ നിറയട്ടെ. കടങ്ങൾ മാറട്ടെ, എല്ലാ തകർച്ചയും മാറട്ടെ. കടങ്ങൾ മാറട്ടെ, എല്ലാ തകർച്ചയും മാറട്ടെ. ദൈവത്തിൻ ശക്തി ഞങ്ങളിൽ പ്രകടമാവട്ടെ. തടസ്സം മാറട്ടെ, എല്ലാ തകർച്ചയും മാറട്ടെ. തടസ്സം മാറട്ടെ, എല്ലാ കല്യാണ തകർച്ചയും തടസ്സം, മാറട്ടെ. ജോലി തടസ്സം, തടസ്സം മാറട്ടെ, എല്ലാ തകർച്ചയും ഉറക്കെ മാറട്ടെ. പറഞ്ഞേ, തടസ്സം മാറട്ടെ, എല്ലാ തകർച്ചയും മാറട്ടെ. ഉറക്കെ പറഞ്ഞേ. ദൈവത്തിൻ ശക്തി ഞങ്ങളിൽ പ്രകടമാകട്ടെ. ദൈവത്തിൻ ശക്തി ഞങ്ങളിൽ പ്രകടമാകട്ടെ. രക്തക്കോട്ട, രക്തക്കോട്ട, രക്തക്കോട്ട ഞങ്ങൾക്ക് ചുറ്റും പടുത്തുയർത്തണമേ. ശക്തന്മാരായ ദൂതന്മാരെ ഞങ്ങൾക്ക് ചുറ്റും കാവലായി വരണമേ. രക്തം, രക്തം, യേശു രക്തം, ഭോജനമേകും യേശു രക്തം. രക്തം, രക്തം, യേശു രക്തം, ഭോജനമേകും യേശു രക്തം. പരിശുദ്ധ പരമാദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.